കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ സാരിയുടെ പ്ലീറ്റ് എടുക്കുന്നത്? ഞാൻ കാണിച്ചുതരാം. വേണ്ട ഏട്ടാ. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. അല്ല, ആണുങ്ങൾ ഇതുവരെ സാരിയുടെ പ്ലീറ്റ് പിടിക്കുന്നത് താൻ കണ്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ഭർത്താവ് എന്റെ സാരിയുടെ പ്ലീറ്റ് പിടിക്കുന്നത് ആദ്യമായിട്ടല്ലേ. അത് കാണുമ്പോ ഒരു അത്ഭുതം. ഓ, അതിനിപ്പോ ഇത്ര അത്ഭുതമൊന്നും വേണ്ട. ഇതെല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം, അത്ര തന്നെ. എന്താ നോക്കുന്നേ? കണ്ണെഴുതിയത് ഒട്ടും ശരിയായില്ല. ഇതിൽ കൂടുതൽ എങ്ങനെ എഴുതാനാ? സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഇതൊക്കെ സ്വയം പഠിച്ചെടുക്കും, അല്ലാതെ ആരും പഠിപ്പിക്കുന്നൊന്നുമല്ല. ഓ, അത് ശരി. നീ ഒന്ന് തിരിഞ്ഞു. ഇനി എന്താ? തിരിഞ്ഞു നിൽക്ക അങ്ങോട്ട്. സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ ദരദം ദദം ദരദം ദം ദരദം ദദം ദരദം ദം ദരദം ദദം ദരദം. മുല്ലപ്പൂവോ? ഇതെവിടെ ഒപ്പിച്ചു? അതൊക്കെ കിട്ടി. തിരിഞ്ഞു. ഞാൻ വച്ചു. നല്ല കുട്ടികളായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുന്നു. ഒരു സെൽഫി എടുത്താലോ? ഓം
ശിവം ശിവകരം ശാന്തം ശിവോത്തമം ശിവമാർഗേ പ്രണയതാരം പ്രസന്നതോഗ്നി സദാശിവം. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. സ്വാമി, എന്തായി? അവൻ റെഡിയായോ? എന്റെ പൊന്നു സ്വാമി, എന്റെ ഹാപ്പി പറഞ്ഞറിയിക്കാൻ വയ്യ. അവൻ അവളെ ഇത്രയും ലവ് ചെയ്യൂന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എല്ലാം ഭഗവാന്റെ കൃപാ കടാക്ഷം. അവനെ അവളെ ഒരുക്കുന്നു, സാരിക്ക് ഫ്രില്ല് പിടിച്ചു കൊടുക്കുന്നു, ഒട്ടു കുത്തുന്നു. സ്വാമിയുടെ ഔഷധം ഏറ്റു. അല്ല, എന്താ സ്വാമി അതിന്റെ ഗുട്ടൻസ്? മണിവർണ്ണ സ്വാമികൾ തഞ്ചാവൂരിൽ നിന്നും കൊണ്ടുവന്ന ഒരു പ്രത്യേക ഔഷധമാണത്. ഓ, അതിന്റെ ഗുട്ടൻസ് സ്വാമിക്ക് മാത്രമേ അറിയൂ. അപ്പോഴേ മറ്റേ മരുമക്കൾസിന് കൊടുത്തതോ? അതും തഞ്ചാവൂരിന്ന് കൊണ്ടുവന്നാണോ? എവിടെ? ചുമ്മാ. ഏ? അത് വെറും ശവനപ്രാശമല്ലേ. അയ്യോ, ഞാനേ ടൗണിലെ വൈദ്യശാലയിൽ നിന്ന് മേടിച്ചതാ. ഓഷോ, അവരുടെ കുശുമ്പിനും കുഞ്ഞാമ്മയ്ക്കും ഞാൻ കൊടുത്തതല്ലേ. അല്ലാതെ എന്റെ ഇവിടുന്ന ഇത്രയും ഔഷധം. ഇവിടെ വന്നപ്പോഴേ ആ മരുമക്കളുടെ രോഗം എനിക്ക് മനസ്സിലായി. അസൂയ. അതിനൊരു പണി കൊടുത്തതല്ലേ. എന്റെ ലിറ്റിൽ കണ്ണാ, സ്വാമി ആള് കൊള്ളാലോ. ഡോക്ടർമാരെടുത്തും സ്വാമിമാരെടുത്തും കള്ളം പറയാൻ പാടില്ലെന്നാ പ്രമാണം. ആ മരുമക്കൾസ് എല്ലാം നല്ല അസൂയക്കാരികളാ. അമ്മ പേടിക്കണ്ട, ഈ ശവനപ്രാശത്തിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ അവര് വ്രതം തെറ്റിച്ചിട്ടില്ലല്ലോ അല്ലേ? ഓ നോ സ്വാമി. എന്തായാലും 7 ദിവസം വന്നത് നന്നായി. അല്ലെങ്കിലേ അമ്മയുടെ മകൻ എന്നെ കൊന്നാന്. ആണോ? അശോ, ദേ, വൗ, സൂപ്പർ സാരി, കൊള്ളാം അമ്മേ. സുന്ദരിയായിട്ടുണ്ട്. മണിവർണ്ണ സ്വാമികൾ നമ്മെ ഏൽപ്പിച്ച ദൗത്യം ഇന്ന് അവസാനിക്കും. ഇന്ന് പാർവതി പരമേശ്വര ദർശനം നടത്തുന്നതോടുകൂടി നിങ്ങളുടെ വ്രതം അവസാനിക്കും. ഇന്ന് രാത്രി സന്താനലക്ഷ്മി യാമത്തിൽ നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തം. എന്നാ പിന്നെ ഞങ്ങള് ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ. ധൈര്യമായി പോയി വരൂ. സ്വാമി ഇന്ന് തന്നെ തിരിച്ചു പോവുമല്ലോ അല്ലേ? എന്തിനിങ്ങനെ ചോദിക്കുന്ന? നമ്മുടെ സാമീപ്യം മകൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. സത്യം പറയാലോ സ്വാമി, തീരെയില്ല. ദാ, പിന്നെ അമ്മ പറഞ്ഞുകൊണ്ട് ക്ഷമിച്ചതാ. ക്ഷമിക്കണം സ്വാമി, ഏട്ടൻ ചിലപ്പോ ഇങ്ങനെയാ. ഞങ്ങൾ പോയിട്ട് വരാം. സ്വാമി ഞങ്ങളെ അനുഗ്രഹിക്കണം. ശുഭമസ്തു. ശുഭം. പോയി വരൂ. അമ്മ, അമ്മ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ചെല്ലു ശരി. മോളെ, ചെല്ലു. വാ. മകന്റെ സംസാരത്തിൽ എന്തോ ഒരു ദുസൂചന ഇല്ലേ എന്നൊരു സംശയം. നാം ഇപ്പൊ തന്നെ അങ്ങ് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇല്ല സ്വാമി. അല്ല, അമ്മയുടെ മോന്റെ നോട്ടം അത്ര ശരിയല്ല. എന്തോ ഒരു വശപ്പശക്. സ്വാമി ആയതുകൊണ്ടാ. വേറെ വല്ലരും ആയിരുന്നെങ്കിലേ അവൻ എപ്പോഴേ തോക്കെടുത്തേനെ. ഓ, എന്നാലും എന്റെ മറിവണ്ണ സ്വാമി, കൊലയ്ക്ക് കൊടുക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് അയച്ചത്? അങ്ങനെ പാർവതി പരമേശ്വരന്മാരെ തൊഴുന്നതോടുകൂടി നമ്മുടെ വ്രതം അവസാനിക്കും. എന്താ താനൊന്നും പറയാത്തത്? ഓവേ, എനിക്ക് മനസ്സിലിട്ട് പറയാലോ. ക്ഷേത്രാണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. വാ വാ. शिवाय नमः। ॐ महेश्वराय नमः। ॐ शम्भवे नमः। ॐ पिनाकिने नमः। ॐ शशिशेखराय नमः। ॐ वामदेवाय नमः। ॐ विरूपाक्षाय नमः। ॐ कपर्दिने नमः। ॐ नीललोहिताय नमः। ॐ शङ्कराय नमः। ॐ शूलभ
पाणये नमः ॐ खट्वाङ्गिने नमः ഏട്ടാ അത് നോക്കിയേ ആരൊക്കെ ഇരിക്കുന്നെന്ന്. ഇവരെന്താ ക്ഷേത്രത്തിൽ തപസരിക്കാൻ വന്നാണോ? എന്തെല്ലാം നാടകങ്ങളാ നടക്കുന്നത്. നാടകങ്ങളോ? അല്ലാതെ പിന്നെ അഭിനയല്ലേ, ഭയങ്കര പ്രേമാഭിനയം. താനത് കണ്ട ഭാവം നടിക്കണ്ട. വാ. ജ്യോതി നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞോ? ഞങ്ങളൊക്കെ എപ്പോഴേ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഡിക്കെ. ആ, എന്നാ പിന്നെ ഇറങ്ങാം. ഇല്ലടിക്കെ, കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നാ ഇവര് പറയുന്നേ. അത് ശരി. ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത് നല്ലതാ. ജീവിതത്തില് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി വേണം. അതിന് ഇതുപോലുള്ള ക്ഷേത്ര ദർശനം നല്ലതാ ഡിക്കെ. ഓഹോ, അത്രയ്ക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? എന്തായാലും ക്ഷേത്രത്തിൽ വന്ന് ധ്യാനത്തിലിരിക്കുന്നത് നല്ലതാ. സമാധാനവും സന്തോഷവും കിട്ടും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം വീണത് ഇപ്പോഴാ ഡിക്കെ. അതിനൊക്കെ യഥാർത്ഥത്തിൽ കാരണക്കാരി ജ്യോതിയാ. ഞാനോ? പിന്നല്ലാതെ ഡിക്കെയും ജ്യോതിയും തമ്മിൽ ഒന്നിച്ചപ്പോഴാ സത്യം പറഞ്ഞ സ്നേഹത്തിന്റെ വില എന്താണെന്നും വലിപ്പം എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോ ഇത്രയും കാലം നിങ്ങൾ സ്നേഹിക്കാതെയാണോ ജീവിച്ചത്? അയ്യോ അല്ല ഡിക്കെ, ഇവരൊക്കെ കൂടി ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാ. അതൊന്നും സാരമില്ല. ഭാര്യമാർക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നതോ ക്ഷേത്രത്തിൽ വരുന്നതോ പ്രാർത്ഥിക്കുന്നതോ തെറ്റായ കാര്യമല്ല. കുടുംബമാകുമ്പോ അതൊക്കെ ഉണ്ടാവണം. എന്നാ പിന്നെ പോവാം. ആ, നിങ്ങളെല്ലാം പോയി വണ്ടിയിൽ കയറിക്കും. ജ്യോതി ബാക്കിയാ. അങ്ങനങ്ങ് പോകാൻ വരട്ടെ മിസ്റ്റർ ഡിക്കെ. ഇത് ക്ഷേത്രമാണ്, പോലീസിന് കയറി കളിക്കാനുള്ള ഇടമല്ല. അത് ഓർമ്മ വേണം. പോലീസ് എവിടെ കയറണം കയറണ്ടെന്നൊക്കെ പോലീസ് തീരുമാനിക്കും. അതിന് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. ദേട്ടാ, ഒരുപാട് നാളായി ഞങ്ങൾ ക്ഷമിക്കുന്നു. ആവശ്യമില്ലാതെ ഡിക്കെ ബുദ്ധിമുട്ടിക്കല്ലേ. നേർ പെങ്ങൾ പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പെങ്ങളെ, ഇത് സർക്കാർ കാര്യവാടി. നിയമത്തിന്റെ വഴിക്കേ പോകൂ. ഡിക്കെയോട് ഇതുവരെ ചെയ്തതൊക്കെ ഞങ്ങൾ മറന്നു. പക്ഷേ ഇനിയും ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ ഫലം അവിനാശളിയൻ അനുഭവിക്കേണ്ടി വരും. ഓ, നിന്റെ ശൗര്യമൊക്കെ കൊള്ളാം. പക്ഷേ അളിയനോട് ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് ടൈമില്ല. നീ അവിടെ മാറിയിക്കേ. ഡിക്കെ, എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോട്. എന്ത് സംസാരിക്കാൻ? ആ, എനിക്കറിയാം ഡിക്കെ. ഇങ്ങനൊരു ദിവസത്തില് നിങ്ങളോടിത് പറയേണ്ടി വരുന്നത് എനിക്കും വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാ.
ഇന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തമാണ് അല്ലേ? ഛേ, ഈ ദിവസം ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാരണവശാലും വരാൻ പാടില്ലാത്തതാണ്. എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നിയമമല്ലേ, പാലിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് DK ഞാൻ വന്നത്. You are under arrest. അറസ്റ്റോ? എന്തിന്? ഇത് ഇയാള് DK മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള പരിപാടിയാ. എന്ത് കാരണത്തിലാ ഇയാള് DK അറസ്റ്റ് ചെയ്യുന്നത്? ദേട്ടാ, ഒരു കാരണമില്ലാതെ DK അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ഭ്രാന്തുണ്ടോ? ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ തിരിച്ചു പോ. DK അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജ്യോതിയുടെയും DKയുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു. അത് നശിപ്പിക്കാൻ ഇയാള് മനഃപൂർവ്വം ചെയ്യുന്നതായത്. അയ്യോ അല്ല, ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുവമായ. തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഓരോ നടപടിയെടുക്കുന്നത്. അതുപോലൊരു നടപടിയാ ഇതും. നിയമമല്ലേ, നിയമപാലകനല്ലേ, പാലിച്ചല്ലേ പറ്റൂ. എന്ത് കുറ്റത്തിനാ നീ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അതും കൂടി ഒന്ന് അറിയണമല്ലോ. ആ മൂർത്തിയുടെ ഭാര്യ വൈജയന്തിയെ കൊന്ന കുറ്റത്തിന്. നിങ്ങളാണ് അവളെ കൊന്നത് എന്നതിനുള്ള വ്യക്തമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ നിങ്ങളെയല്ലേ DK അറസ്റ്റ് ചെയ്യേണ്ടത്? വരണം DK, നമുക്ക് ഈ പോലീസ് ജീപ്പില് ഒരു സഞ്ചാരമൊക്കെ ചെയ്ത് സ്റ്റേഷനോട്ടങ്ങ് പോ. നോ, ഞാനത് ചെയ്തിട്ടില്ല. അണ്ട കിടക്കുന്നു. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ മിസ്റ്റർ, തെളിയിക്കണ്ടേ? നിരപരാധിയാണ് നിങ്ങളെന്ന് കഴിയുമെങ്കിലും തെളിയിക്കേ. പക്ഷേ അതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാത്രം. ഇപ്പോ നിങ്ങൾ ഞങ്ങളോട് വന്നേ പറ്റൂ. നോ, ഞാൻ നിന്റെ കൂടെ വരില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വൈജയന്തിയെ കൊന്നത് ഞാനല്ല. എനിക്കെതിരെ എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? അതുകൂടി പറയണം. പോലീസിന്റെ കയ്യിലെ തെളിവൊക്കെ പ്രതിയോട് പറയാനാണെങ്കിൽ പിന്നെ പോലീസ് എന്തിനായി നാട്ടിലെ? അതൊക്കെ ഞങ്ങൾ കോടതി സമർപ്പിച്ചോളാം. മുരളി, DK എടുത്തിട്ടോ. തൊട്ടു പോരുത്. നിങ്ങൾക്ക് കള്ളക്കേസി പ്രതിയാക്കാനുള്ള ആളല്ല DK. ഏട്ടാ, ഇന്നത്തെ ദിവസം ദയവ് ഇത് DK അറസ്റ്റ് ചെയ്യരുത്. മാറിക്കടി. ഇല്ല, എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ മാത്രം അറിഞ്ഞാ പോരല്ലോ, ഞങ്ങൾക്കൂടെ വിശ്വാസം വരണ്ടേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും DK ഞങ്ങൾ വിട്ടുതരില്ല. ഇവള് നീ ഇത് മനഃപൂർവ്വം പ്രതികാരം തീർക്കുവാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് ഞങ്ങൾ DK വിട്ടു തരില്ല. ഏട്ടൻ തിരിച്ചു പോ. തിരിച്ചു പോകാൻ. ഇല്ലെങ്കിൽ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അനിയത്തിയുടെ തല്ലുകൊണ്ടെന്ന് ഏട്ടൻ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകളെയും നിന്നെ ഞാൻ. കൊല്ലന്നെ. ഏട്ടൻ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊല്ലന്നെ.
ശരി, നീ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വരാം നിന്റെ കൂടെ. പക്ഷേ ഞാനാണ് വൈജയന്തിയെ കൊന്നെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിച്ച് കാണിക്കേ. ഇല്ലെങ്കിൽ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ DK? പോലീസിനോടാ കളി, അതോർമ്മ വേണം. രണ്ടെണ്ണം കൂടി ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ പോവല്ലേ? ശരിയാക്കി തരാം. നീ എന്റെ ലോക്കപ്പിൽ കിടക്കടാ DK. ഈ കേസ് നിന്റെ തലയിൽ കെട്ടിവെച്ച് നാളെ ഞാൻ നിന്നെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്യും. 14 ദിവസം റിമാൻഡിൽ നീ. അതിനുള്ളിൽ ഞാൻ കുറ്റപത്രം സമർപ്പിക്കും. പിന്നെ നീ വിചാരണ തടവുകാരനായി ജയിലിൽ, നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് അമരാവതിയിൽ. നിന്റെ ശാന്തി മുഹൂർത്തം ഭൂം. എന്താ അറസ്റ്റ് ചെയ്യുന്നില്ല നീ? പിടിച്ചെടുത്തോന്ന് പോടോ. എന്നെ അറസ്റ്റ് ചെയ്ത ഈ നിമിഷത്തെ ഓർത്ത് നീ ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. ഏയ്, ഇയാള് വിഷമിക്കണ്ട. വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ തിരിച്ചെത്തും. തനിക്കെന്നെ വിശ്വാസമില്ലേ? വൈകിട്ടെത്തണോ, നാളെ എത്തണോ, അതോ ജയിലിൽ പോയി കിടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കണ്ടിക്കേ. തൽക്കാലം നീ ജീപ്പിലോട്ടൊന്ന് കയറ്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ശരിയാക്കി തരാം. ആ, ഒരളേ DK